ബിസ്മില്ലാ. അപ്പോ ഷുറൂത്തുൽ ഹജ്ജി വൽ ഉംറ, ഉംറയുടെയും ഹജ്ജിന്റെയും നിബന്ധനകൾ അല്ലേ നോക്കാം. ശുരിത്ത നിബന്ധനയാണ്, ഷർത്താണ്. ലിസിഹത്തിൻ നുസുക്കി, നുസുക്ക് സ്വീകാര്യയോഗ്യമാവുന്നതിന് അൽ വഖ്തു സമയം ഷർത്താണ്, ബന്ധപ്പെട്ട സമയത്താവണം. അപ്പോൾ ഒരാൾ റമളാൻ മാസത്ത് പോയിട്ട് ഹജ്ജ് ചെയ്തു, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, അത് സ്വഹീഹ് അല്ല. അതുപോലെ വൽ ഇസ്ലാമും, ഇസ്ലാമും ഷർത്താണ്. ഒരു അമുസ്ലിമായ ഒരാൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നുഴഞ്ഞു കയറിയിട്ട് ചെയ്തു നോക്കുക, അതും മുജാഹിദുകാര് അവര് ഒരു മുജാഹിദ് രണ്ട് രൂപത്തിലുണ്ട്. ബിദ്അത്ത് കൊണ്ട് കാഫിറാകുന്ന മുജാഹിദാണെങ്കിൽ പിന്നെ ഓലെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ അവര് പുത്തൻ ആശയമുണ്ട്, ആ ആശയം ഉള്ള ആളുകൾ അതനുസരിച്ച് അതിൻ്റെ നമ്മുടെ എന്താ പറയാ ഇസ്ലാമികമായ രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെയൊക്കെ ഹജ്ജ് സ്വീകാര്യമാകും. അവർക്ക് അതിൽ വിശ്വാസവും കാര്യങ്ങളും അർപ്പണം എല്ലാം ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ അത് ചെയ്താൽ അവരൊക്കെ എന്ത് ചെയ്യും, ഇസ്ലാം ഉണ്ടല്ലോ അവർക്ക് എന്തില്ല എന്നുള്ളൂ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആശയങ്ങളും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അത് ചില മുജാഹിദീങ്ങളുണ്ട്, ഇക്കൊല്ലം ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല, ഒരു 5000 ആളുകളെ തൗഹീദിന്റെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞ ചില മുജാഹിദുകളുണ്ടാവും. ഓല് 5000 ആളുകൾ ഓല ഉണ്ടാവുള്ളൂ, അപ്പോൾ ഓലത് സ്വീകരിക്കൂല, ബാക്കിയുള്ളവരത് സ്വീകരിക്കുന്നു വെച്ചാൽ മതി. തൗഹീദ് അരെ ഏത് ഷിയാക്കൾ പല രൂപത്തിലുള്ള ഷിയാക്കളുണ്ട്. ഷിയാക്കൾ ഭൂരിഭാഗവും അവര് എന്താണ് കുറഞ്ഞ വിഭാഗം അലി റളിയല്ലാഹു അള്ളയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ചിലർ പറഞ്ഞു അലി റളിയല്ലാഹു റസൂല എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞു അലി റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞു. ഇവരൊക്കെ ഇസ്ലാമിന്റെ വിഭാഗത്തിൽ കൂട്ടാൻ കഴിയില്ല. ഇവരൊന്നും മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. ചിലർ പറഞ്ഞു അലി റളിയല്ലാഹു മഹാനാണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എങ്കിൽ. അലി റളിയല്ലാഹു ഒരു മഹാനാണെന്ന് ഇപ്പൊ നമ്മളും പറയണ്ടല്ലോ. അവര് ഇവർക്ക് ഖുർആൻ തന്നെ വേറുണ്ട്. ചില ഷിയാക്കൾക്ക് ഖുർആൻ എന്തുണ്ട് വേറെ ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഇപ്പൊ നമ്മൾ ഇതിന് ചിത്രത്തിൽ പെടുത്തണ്ട. പക്ഷെ അവരൊന്നും ഇപ്പൊ പൊതുവായ രൂപത്തിൽ നമുക്ക് എന്താ പറയാ ഈ മാറ്റി നിർത്താൻ സാധിക്കൂല. ഗവൺമെന്റിനൊക്കെ ഇപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചകഞ്ഞ് അന്വേഷിക്കാൻ പറ്റൂല്ലോ. അപ്പോൾ അവർ അവിടെ വരും. നമ്മളെന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ വിശ്വാസവും കർമ്മവും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? നമ്മൾ പുറത്താന്നല്ലോ അവര് പറയണേ അല്ലേ? അത് ഇവരുടെ പൊതുവെ ഉള്ള അഭിപ്രായമാണ്. പൊതുവെ പറയും ഇവര് ആ 1-2 ആളുകൾ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊക്കെ ഭൂരിഭാഗം ആളുകളും. അത് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്ത് വഴികേടിൻ്റെ മേൽ ഐക്യപ്പെടൂല. അപ്പോൾ ഐക്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഓലാണല്ലോ. വലാലത്തിൻ്റെ മേൽ, പിഴവിൻ്റെ മേൽ എൻ്റെ ഉമ്മത്ത് ഒരുമിക്കൂല, ഏകോപിക്കൂല, ഐക്യപ്പെടൂല. അപ്പോൾ പിന്നെ ഭൂരിഭാഗം 90-95% ആളുകളും ഒരു വിശ്വാസം അനുസരിച്ചും ഒരു അമലനുസരിച്ചും നീങ്ങുമ്പോൾ അതിന്ന് വിഭിന്നമായിട്ട് ഒറ്റപ്പെട്ട് 1-2-3 ആളുകൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യില്ല, ഇസ്ലാമിൽ പരിഗണിക്കൂല. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഇസ്ലാമികമായിട്ട് ശരിയായ ദിശയിലാണോ അല്ലേ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാനും ബോധ്യപ്പെടാനും മാർഗങ്ങളുണ്ടല്ലോ. വ്യക്തമായ മാർഗങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ട്.
അവരോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കും. അവരാവശ്യമുണ്ടെങ്കിൽ അവർക്ക് സ്വീകരിച്ച് നല്ല നിലക്ക് വരാം. ഇപ്പം ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ അവരിലും കടുംപിടുത്തക്കാരുണ്ട്. ജമാഅത്തുകാരെയൊക്കെ ചില വാദം കേട്ട് കഴിഞ്ഞാൽ ഇലക്ഷനിൽ നിൽക്കരുത്, ഇലക്ഷനിൽ നിന്ന ഇസ്ലാമിൽ നിന്ന് പുറത്താവും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇസ്ലാമിക രാജ്യത്ത് ആ അതെ അതെ. അപ്പൊ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. അത്തരം വാദക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമുക്ക് ഓലെ ഇങ്ങനെ പറയാൻ പറ്റില്ല, ജമാഅത്തുകാരൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ പറയാം എന്ത്, ജമാഅത്തുകാരിലും പുത്തൻവാദികളിലും എന്താ പറയുക, ഇസ്ലാമികമായ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരെ അള്ളാഹുവിൻ്റെ വേണ്ട രൂപത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ അവർ ഇസ്ലാമിൽ പുറത്താണ് എന്ന് പറയാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കാന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയറായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മൾ വാദത്തിന് പോലെ ചിലപ്പോൾ ഇല്ലാത്തതൊക്കെ പറയും, ഞങ്ങൾ അങ്ങനെ പറയണമെന്നില്ല അവർ. ഇപ്പോൾ നോക്കിയ ഇലക്ഷനാണ്, പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. എത്ര സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ആദ്യം വോട്ട് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവും എന്ന് പറഞ്ഞ ആളുകളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തോട് സഹകരിക്കാൻ പാടില്ല, ഇതിൽ ഇസ്ലാമിക രാഷ്ട്രം വേണം, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആളുകളാണ് അവരെ ആശാന്മാർ. അതൊന്നും നമ്മൾ യോജിക്കണേ അല്ല, അതൊന്നും ഇസ്ലാമികമായിട്ട് ശരിയല്ല. ഓല ഒരു സ്വന്തമായ കാഴ്ചപ്പാട് പറഞ്ഞു, അത് വളരെ തെറ്റായ ഒരാശയമാണ്. അപ്പം അത്തരം അഭിപ്രായങ്ങളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുന്ന, എന്നാൽ എന്താ പറയുക, ബഹുഭൂരിപക്ഷം സുന്നികളോട് യോജിക്കാത്ത ചെറിയ ചെറിയ വൈകല്യങ്ങളുള്ള ആളുകളുണ്ടാവും വിശ്വാസത്തിൽ. ചെറിയ അവരുടെയൊക്കെ എന്ത് ചെയ്യും, ഈ പറയപ്പെട്ട രൂപത്തിലുള്ള നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ബിദ്അത്തിന്, അതിന് അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അതൊരു തെറ്റ് പോലെയാണ്, തിന്മ പോലെയാണ്. കള്ളുകുടി അതിനേക്കാളും ഗൗരവമാണ് മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ. ഒരാളുടെ ഈമാൻ നശിപ്പിക്കാൻ ചിന്തിക്കുമ്പോൾ കള്ളുടിയന്മാർ ഒരാളുടെ ഈമാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കൂല, പക്ഷെ പുത്തൻവാദികൾ ഈമാൻ നശിപ്പിക്കും. കള്ളുടിയാനറിയാം ഞാൻ കള്ളുടിക്കുന്നത് തെറ്റാണെന്ന്, പുത്തൻവാദികൾക്ക് ഓൽക്കറിയില്ല ഞാൻ പറയുന്നത് തെറ്റാണ്, മറ്റുള്ളവരാ തെറ്റെന്ന് അവർ പറയാം. അപ്പോൾ പിന്നെ അതിൻ്റെതായ ഗൗരവം ആ രൂപത്തിൽ നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഈ പുത്തൻവാദികളോട് നമ്മൾ വിട്ടു നിൽക്കണം. അവരോട് ചിരിച്ചു കഴിഞ്ഞാൽ, അവരോട് മയത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഓന് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത് അത് അത്രയും ഗൗരവത്തിൽ കാണുന്ന ആളുകളും ഉലമാക്കളും ഉണ്ടായതുകൊണ്ടാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് ഉമ്മത്തുണ്ട്, ഉമ്മത്തു ദഅവ, ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ പൊതുവായ ഉമ്മത്ത്. ഇപ്പോൾ നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ ആളുകളും ഉമ്മത്തു ദഅവയിൽ പെടും. പക്ഷെ ഉമ്മത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ വിളി, ക്ഷണം, തൗഹീദിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച ആളുകൾക്കാണ് ഉമ്മത്തുൽ ഇജാബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉമ്മത്തുൽ ഇജാബത്തിൽ തന്നെ നബിതങ്ങൾ പറഞ്ഞല്ലോ, നബിതങ്ങൾ പറഞ്ഞല്ലോ എന്ത്, സ തഫ്തരിക്കു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാകും, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ എന്ന് പറഞ്ഞത് ഈ ഉത്തരം ചെയ്ത ആളുകളാണ്. അത്ര നബിതങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്ത ഉമ്മത്തുൽ ഇജാബത്താണ്, ഉത്തരം ചെയ്ത ആളുകളാണ്. അപ്പം അവർക്കും നരകം തൊടാതെ, നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രമാണ്. അവർ നരകത്തിലേക്ക് സ്പർശിക്കില്ല. എന്നാൽ ഈ വിദഅത്തിന്റെ ആളുകൾക്ക്, പുത്തൻവാദികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് എതിരുള്ള ആളുകൾ, പുത്തനാശയക്കാർ, പുതിയ പുതിയ വാദങ്ങളുമായി വരുന്ന ആളുകൾ, ഇവർക്കൊക്കെ അവരുടെ ആ തെറ്റ്, അതൊരു മഅസിയത്താണല്ലോ, ദോഷമാണല്ലോ, ആ ദോഷത്തിന് അള്ളാഹു ശിക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവർക്ക് അതിന് ശിക്ഷ കൊടുക്കും. അങ്ങനെ നരകത്തിൽ കടന്ന് അവരുടെ ആ ഇതിൻ്റെ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ എന്തിനാ ആലോചിക്കണ്ടേ, നമ്മൾ നരകം സ്പർശിക്കാതെ സ്വർഗത്തിലെത്താനാണ്. അവനാണ് ആര്, അവര് ഈമാനുള്ളവരാണല്ലോ, ഇസ്ലാമുള്ളവരാണല്ലോ. അള്ളാഹു ഏകനാണെന്നും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അവസാന പ്രവാചകരാണെന്നും അംഗീകരിക്കുന്നവരാണ് അവർ. പക്ഷെ അവർക്ക് മറ്റ് ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ കാരണമായിട്ട് അവർക്ക് എന്താ പറയുക, നരകം തൊടാതെ സ്വർഗത്ത് പോകാൻ സാധിച്ചില്ല. നരകം തൊടാതെ സ്വർഗത്ത് പോകാൻ സാധിക്കുന്നവർ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു റൂട്ടിലായിരുന്നോ ആ റൂട്ട് സ്വീകരിച്ച ആളുകളാണെന്ന് നബി തങ്ങൾ പറഞ്ഞ ആ ആശയത്തിലേക്ക് അവരെത്തിയില്ല. അവർ ചിലത് സ്വീകരിക്കും, പക്ഷെ അവരിത് സമ്മതിക്കൊന്നുമില്ല കേട്ടോ. ഒരു മുജാഹിദുകാരനോട് ഇപ്പം നമ്മൾ പോയി സംസാരിച്ചാൽ ഞാനും നബി പറഞ്ഞ ആശയം തന്നെയാണ്, ഖുർആൻ അനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കുന്നു, ഉത്തമ സമുദായം അനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കുന്നു അവർ പറയാം. അവരിത് സമ്മതിച്ചു തരുമൊന്നുമില്ല. നമ്മൾ പറഞ്ഞത് സംസാരിച്ചത് ഓരോരുത്തരും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോൾ ചേകന്നൂർ മൗലവിയും പറഞ്ഞത് ഖുർആനിൽ നിന്ന് ഞാൻ 3 റക്അത്ത് നിസ്കാരം 3 വക്ത് നിസ്കാരമേ കാണുന്നുള്ളൂ. ഖുർആനിൽ ളുഹുറും അസ്റും മഗ്രിബും ഇശാവും സുബഹി എന്നുള്ള നിസ്കാരമൊന്നുമില്ല, പേര് പറഞ്ഞിട്ടില്ലല്ലോ. ളുഹുർ എന്നുള്ള പേര് ഖുർആനിലില്ല, അസ്ർ എന്നുള്ള നിസ്കാരത്തിൻ്റെ പേരില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 വക്തുള്ളൂ, 3 നേരം നിസ്കാരമുള്ളൂ എന്നാണ് അദ്ദേഹം വാദിച്ചത്. അദ്ദേഹം സംസാരിച്ചത് ഖുർആൻ കൊണ്ടാണ്. അപ്പോൾ ഖുർആൻ കൊണ്ട് കൂടുതൽ ആളുകൾ പഴച്ചും പോവും, കൂടുതൽ ആളുകൾ നന്നാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇവരും വരും, മുസ്ലിമീങ്ങൾ വരും. അവർക്കും ഈ ആശയം ഏത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പ്രബോധനം നടത്തിയ ആളുകളാണല്ലോ, ഒരു ഉത്തരം ചെയ്തില്ലാന്നല്ലേ ഉള്ളൂ. നബി തങ്ങൾ ഉമ്മത്തു ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനം നടത്തിയ സമുദായം, നബി തങ്ങൾ ക്ഷണം നടത്തിയ സമുദായം. അവരിൽ എല്ലാവരും പെടും. ഇന്നത്തെ കാലത്തും ഇപ്പം എല്ലാവർക്കും എന്താണ് ലഭ്യമല്ലേ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ആശയങ്ങളും വിഷയങ്ങളൊക്കെ ലഭ്യമാണല്ലോ. അവരൊക്കെ ഉമ്മത്തു ദഅവത്താണ്. പിന്നെ ഉമ്മത്തുൽ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും വിശ്വസിച്ചവർ. ഇങ്ങനെ മൊത്തം 2 ഉമ്മത്തായിട്ടാണ് പറയാം, ഉമ്മത്തു ദഅവത്തും ഉമ്മത്തുൽ ഇജാബത്തും. അതെ അതെ അതെ, അവരൊക്കെ ഉമ്മത്തു ദഅവത്ത് പെടും. പക്ഷെ ഒരു ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ ഉമ്മത്തുൽ ഇജാബത്തായി. ഇസ്ലാം സ്വീകരിച്ചു വന്നിക്കാണെങ്കിൽ ഒരു വിളിക്കുത്തരം ചെയ്ത് നബി തങ്ങളുടെ ആശയത്തിൽ പിൻപറ്റിയ ആളുകളായി. ഓക്കെ.